ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിലാണ് നിങ്ങളെ ഷെയർ ചെയ്യണമെന്ന്. ഫേസ്ബുക്കിൽ നമ്മുടെ പ്രൊഫൈലായാലും നമ്മുടെ പേജ് ആയാലും എങ്ങനെ നമ്മൾക്ക് ഗ്രോത്ത് നേടാം. പല ആൾക്കാരും പ്രൊഫൈലും പേജൊക്കെ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അവർക്ക് ഒരു പ്ലാനിങ് ഇല്ല. ഇങ്ങനെ ജസ്റ്റ് ചുമ്മാ അവിടെ ഇവിടെയൊക്കെ കാണുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോസ്, പിന്നെ അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജ് ഇങ്ങനെയൊക്കെ വാരി വലിച്ചിടുന്നതല്ലാണ്ട് അവർക്കൊരു ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ല. എങ്ങനെ നമുക്ക് ഇതിലൂടെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു പ്ലാനിങ്ങും ഇല്ല. ഇങ്ങനെ ഒരു ലക്ഷ്യമില്ലാത്ത ഒരു കപ്പൽ പോകുമ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവും. അത് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ കിട്ടിയവരായാലും ശരി, അല്ലാത്തവരായാലും ശരി, നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടതാണ്. അപ്പോൾ നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് ഫേസ്ബുക്ക് പ്രൊഫൈലായാലും പേജിലായാലും നമ്മൾക്ക് ഗ്രോത്ത് നേടി നമുക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത്, നമ്പർ 1 ആയിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ കഴിവ് എന്താണ്. അതാദ്യം നമ്മൾ ഫോക്കസ് ചെയ്യണം. എന്തിലാണ് നമ്മൾക്ക് കഴിവ്? ചില ആൾക്കാർക്ക് പാട്ട് പാടാനുള്ള കഴിവായിരിക്കും, ചില ആൾക്കാർക്ക് ഡാൻസ് കളിക്കാനുള്ള കഴിവായിരിക്കും, ചില ആൾക്കാർക്ക് ആക്ട് ചെയ്യാനുള്ള കഴിവായിരിക്കാം, ചില ആൾക്കാർക്ക് വ്ളോഗ് ചെയ്യാനുള്ള കഴിവായിരിക്കും, ചില ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാനുള്ള കഴിവായിരിക്കാം. അപ്പൊ ഇങ്ങനെ പല ആൾക്കാർക്കും പലതരത്തിലുള്ള കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ കഴിവ് നിങ്ങൾ യൂസ്ഫുൾ ചെയ്യുക എന്നതാണ്. ഓക്കെ. അപ്പൊ ഒന്നും ഒരു ലക്ഷ്യമില്ലാതെ നമ്മളിങ്ങനെ അവിടെ ഇവിടെ നിന്നൊക്കെ വാരി വലിച്ചിട്ടിട്ട് കഴിയില്ല. പല ആൾക്കാർക്ക് കുക്കിംഗ് ഉണ്ട്. അപ്പൊ കുക്കിംഗ് ആയിട്ട് ബന്ധപ്പെട്ട അറിവുള്ളവർ കുക്കിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ട്രാവലിംഗ് ആയിട്ട് ബന്ധപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ ട്രാവലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ന്യൂസ് റീഡർ ആണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നിങ്ങളുടെ കാറ്റഗറി എന്താണ്, അത് നിങ്ങൾ ആദ്യം ചൂസ് ചെയ്യുക. എന്നിട്ട് കാറ്റഗറി ഏതാണ് അത് നിങ്ങൾ ഫേസ്ബുക്കിൽ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ പോയിട്ട് നിങ്ങൾ ആ കാറ്റഗറി അവിടെ കൊടുക്കേണ്ടത് മസ്റ്റാണ്. കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് ഗ്രോത്ത് നേടാനുള്ള സാധ്യത ഉണ്ടാവും. നമ്മൾ കാറ്റഗറി എവിടെയാണ് സെലക്ട് ചെയ്യേണ്ടത്? നമ്മുടെ ഫേസ്ബുക്കിന്റെ പ്രൊഫൈൽ പോവുക. പ്രൊഫൈൽ പോയതിനു ശേഷം ഇവിടെയുള്ള ഈ പെൻസിൽ ബട്ടൺ നമ്മൾ ഫസ്റ്റ് ഫ്രണ്ട് ഭാഗത്ത് തന്നെ ഈ പേഴ്സണൽ ഡീറ്റെയിൽസിനുള്ള ഈ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ മൂന്നാമത്തെ ഈ ഭാഗം തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, കാറ്റഗറിന്ന് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഇപ്പൊ ഞാൻ നിലവിൽ ഡിജിറ്റൽ ക്രിയേറ്റർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങളൊരു മ്യൂസീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മ്യൂസീഷ്യൻ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണൽ ബ്ലോഗ് ആണെന്നുണ്ടെങ്കിൽ അവിടെ അത് കൊടുക്കുക, കൊമേഡിയൻ ആണെന്നുണ്ടെങ്കിൽ കൊമേഡിയൻ കൊടുക്കുക. അപ്പം പിന്നെ അതുപോലെ ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആർട്ടിസ്റ്റ്, ബിസിനസ്, ഡാൻസർ, നിങ്ങളുടെ കാറ്റഗറി എന്താണ് അത് നിങ്ങൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അത് കൊടുക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും, നിങ്ങൾക്ക് ഗ്രോത്ത് കൂടാനുള്ള സാധ്യത കൂടും. പിന്നെ നമ്മൾ രണ്ടാമത് നോക്കേണ്ട ഒരു കാര്യമാണ് കൺസിസ്റ്റന്റ്. തീർച്ചയായിട്ടും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇതിൽ ആക്റ്റീവ് ആണ്. ഒരു ദിവസം നിങ്ങൾ വീഡിയോ ഇട്ട് പിന്നെ ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ അത് പ്രൊഫൈലോ നിങ്ങളുടെ അക്കൗണ്ട് നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി ഒരു റീല് വെച്ചിട്ടെങ്കിലും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ 2-3 ഫോട്ടോ, പിന്നെ ടെക്സ്റ്റ് മെസ്സേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് നിങ്ങൾ കൺസിസ്റ്റന്റ് തീർച്ചയായിട്ടും കീപ്പ് ചെയ്യണം. അപ്പോഴായിരിക്കും നിങ്ങളുടെ പേജിന് അല്ലെങ്കിൽ പ്രൊഫൈലിന് ഗ്രോത്ത് നേടാനുള്ള സാധ്യത ഉണ്ടാവുക. ഓക്കെ. പിന്നെ മൂന്നാമത് ഫേസ്ബുക്കിൽ ആണെങ്കിൽ ഞാൻ പറയുന്നത് ഫേസ്ബുക്കിന്റെ കാര്യം പറയുന്നത്, ഫേസ്ബുക്കിൽ നമ്മൾക്ക് റെക്കമെൻഡ് കിട്ടുന്ന സൈസാണ് ക്യാമറയുടെ സൈസ്, അതായത് പിന്നെ വീഡിയോയുടെ സൈസാണ് ഒന്ന് 9:16. അതായത് നമ്മൾ ഇങ്ങനെ നോർമലായിട്ട് എടുക്കുന്ന വീഡിയോ ഇങ്ങനെ, അതായത് റീലിന്റെ, ഷോർട്സിന്റെ, അതുപോലെ തന്നെ ടിക്ടോക്ക് എല്ലാത്തിന്റെയും സൈസ് 9:16 ആണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ആ ഒരു സൈസിൽ നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ 1:1 അത് സ്ക്വയർ ടൈപ്പ് ആയിരുന്നു. അപ്പോൾ ആ ലെവലിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ 2 റേഷ്യോയിലുള്ള വീഡിയോ ആണ് കൂടുതലും ഫേസ്ബുക്ക് റെക്കമെൻഡ് ചെയ്യല്. അതായത് നിങ്ങൾ ഇങ്ങനെ വീഡിയോ ഇടുന്നതിനേക്കാളും നല്ലത്, ഷൂട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫേസ്ബുക്കിന്റെ കാര്യമായിട്ട് നമ്മളുടെ ഇടുന്ന വീഡിയോ, എന്ത് വീഡിയോ ആയിക്കോട്ടെ, അത്യാവശ്യം നല്ല രീതിയിൽ ക്ലാരിറ്റി ഉണ്ടാവണം. അത് ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമ്മൾ ക്ലാരിറ്റി ഇല്ല സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു ക്ലാരിറ്റി ഇല്ലാത്തൊരു വീഡിയോ നമ്മൾ എത്ര എടുത്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടും കാര്യമില്ല, അത് കൂടുതൽ റെക്കമെൻഡ് ചെയ്യില്ല ഫേസ്ബുക്ക്. ആ ഒരു കാര്യത്തിലും നല്ല രീതിയിൽ സ്ട്രിക്റ്റ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ക്ലാരിറ്റി എങ്കിലും ഉണ്ടാകാൻ നിങ്ങൾ ശ്രമിക്കണം. 5ാമത്തെ കാര്യമാണ് റെസ്പോണ്ട് ചെയ്യുക. നിങ്ങളുടെ വീഡിയോക്കായാലും ശരി, റീലിനായാലും ശരി, അതുപോലെ തന്നെ ഫോട്ടോക്കായാലും ശരി, എന്തിനായാലും ശരി, പബ്ലിക് നിങ്ങളെ ഫോളോ ചെയ്യുന്നവർ നിങ്ങളുടെ വീഡിയോക്ക് താഴെ കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ച് നിങ്ങളെ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക. അത് ലൈക്ക് ഇട്ട് കഴിഞ്ഞാലും അതിന് നിങ്ങൾ പരമാവധി റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ ആരാണോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് അവരെ നിങ്ങൾ തിരിച്ചങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവണം. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഫോളോവേഴ്സായിട്ട് നമ്മളൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവണം.
അതുണ്ടെങ്കിലായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ഒരു സ്ഥിരതയായിട്ടുള്ള ഒരു വിജയം ഫേസ്ബുക്ക് പ്രൊഫൈലിലും പേജിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോളോവേഴ്സ് ആയിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവണം. അപ്പൊ അങ്ങനെയുള്ളവർ എപ്പോഴായാലും എവിടെയും പിന്നെ വീണു പോവില്ല. എല്ലാ ലെവലിലും നമ്മൾ പിന്നെ ഒരു സ്ഥിരതമായിട്ടുള്ള ഒരു വിജയത്തിലേക്ക് നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് ലഭിക്കും. ഈ 5 കാര്യങ്ങൾക്കും അപ്പുറം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള കണ്ടന്റ് ആയിരിക്കണം. കണ്ടന്റ് ഏതും ആയിക്കോട്ടെ, ഏത് ടൈപ്പിലുള്ളതായിക്കോട്ടെ, കോമഡി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വ്ളോഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ടോപ്പിക് ആയാലും ശരി, നല്ല ക്വാളിറ്റി ഉള്ള കണ്ടന്റ് ആയിരിക്കണം. അതായത് ആൾക്കാരെ പിടിച്ചിരുത്താനുള്ള ഒരു കഴിവ് നിങ്ങൾ അതിൽ ഉണ്ടാക്കി എടുക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഒരു ഫേസ്ബുക്കിന്റെ പേജിലായാലും പ്രൊഫൈലിലായാലും ഗ്രോത്ത് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.